ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് PLC ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് മെഷറിംഗ് എക്യുപ്മെന്റ്സിന്റെ നെക്സ്റ്റ് പാർട്ട് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ CRO ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇലക്ട്രോൺ ഗൺ സെക്ഷൻ. ഇപ്പൊ ഇലക്ട്രോൺ ഗൺ സെക്ഷൻ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: പ്രൊവൈഡ്സ് ഷാർപ്പ് ബീം, പ്രൊവൈഡ്സ് poorly focused beam, doesn't provide any beam, പ്രൊവൈഡ്സ് ഇലക്ട്രോൺസ് only. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ ഗൺ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷാർപ്പ് ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, പ്രൊവൈഡ്സ് ഷാർപ്പ് ബീം ഓഫ് ഇലക്ട്രോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ആ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത് കാഥോഡിലാണ്. ആ കാഥോഡിന്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് എ ലെയർ ഓഫ് സ്ട്രോൺഷ്യം ഓർ ബേരിയം ഓക്സൈഡ്. അവിടെ നിന്നാണ് ഈ ഷാർപ്പ് ബീം ഓഫ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രോൾ ഗ്രിഡ് ഈസ് ഗിവൺ. സോ കൺട്രോൾ ഗ്രിഡ് ഈസ് ഗിവൺ എ നെഗറ്റീവ് വോൾട്ടേജ്. സോ കൺട്രോൾ ഗ്രിഡ് ഈസ് ഗിവൺ എ negative voltage. So grid controls the amount of electrons falling on the fluorescent screen of cathode ray tube. Cathode ray tube is provided with a negative voltage with respect to cathode as a reference. അപ്പം നമ്മൾ കൺട്രോൾ ഗ്രിഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. അതുപോലെ ആനോഡ് ഉണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആക്സിലറേറ്റിങ്ങും പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡിൽ നമ്മളൊരു ഹൈ പോസിറ്റീവ് വോൾട്ടേജ് ആയ 1500 വോൾട്ട് ആണ്. അതുപോലെ ഫോക്കസിങ് ആനോഡിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 500 വോൾട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിറ്റർമിൻസ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഇൻ എ CRT? ഒരു CRTയുടെ ലൈറ്റ് ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ആ ഇലക്ട്രോൺസിന്റെ മൊമെന്റം ആണ് CRTയുടെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലേ? സോ മൊമെന്റം ഓഫ് ഇലക്ട്രോൺസ് ഗീവ്സ് ദി ഇന്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ദി ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ ഫ്ലൂറസെന്റ് സ്ക്രീൻ ഡ്യൂ ടു ഇലക്ട്രോൺ ബോംബാർഡ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഈസ് ഗിവൺ ബൈ. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ x ഈസ് ഈക്വൽ ടു k ഇൻറ്റു വി എന്നാണ്. അതുപോലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ y ഈക്വൽ ടു k ഇൻറ്റു വി, വേർ k ഈസ് ദി കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഓക്കെ ആണല്ലോ? വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജസ് ആണ്. സോ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഈസ് ഗിവൺ ബൈ x ഈക്വൽ ടു k ഇൻറ്റു വി ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഈസ് ഗിവൺ ബൈ y ഈക്വൽ ടു k ഇൻറ്റു വി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫക്റ്റ് ഓഫ് നെഗറ്റീവ് വോൾട്ടേജ് ടു ദ ഗ്രിഡ് ഇസ്. നമ്മളൊരു നെഗറ്റീവ് വോൾട്ടേജ് ഗ്രിഡിൽ കൊടുക്കുമ്പോൾ എന്ത് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്? ഇലക്ട്രോൺസ് ഇസ് നെഗറ്റീവ്ലി ചാർജ് ഇല്ലേ? നമ്മൾ ഈ നെഗറ്റീവ് വോൾട്ടേജ് ഗ്രിഡിൽ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എന്താണ്? ഒരു റിപ്പൾസീവ് ഫോഴ്സിന്റെ എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത് അല്ലേ? സിൻസ് ദ ഇലക്ട്രോൺ ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, application of a negative voltage to the control grid produces a repulsive force. Next question, electron beam diverges. The electron beam diverges. Option എന്താണ്? True ആണോ false ആണോ? Similar charges on electrons lead to repulsion. As a result, the electron beam diverges as it contains many electrons. Electrostatic force is applied between the focusing anodes in order to compensate the repulsive force. അപ്പോൾ ഇലക്ട്രോൺ ബീം എന്തായാലും എന്താണ്? ഡൈവേർജ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഇല്ലേ? കാരണം എന്താണ്? എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെല്ലാം ഒരേ ചാർജ് ആണ് അല്ലേ? നെഗറ്റീവ് സെയിം ചാർജസ് എന്ന് പറഞ്ഞാൽ റിപ്പൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആ റിപ്പല്ലിംഗ് ചാർജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോക്കസിങ് ആനോഡ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് ദർ ഈസ് എ ചാൻസ് ഫോർ ദി ഇലക്ട്രോൺ ബീംസ് ടു ഡൈവേർജ്. സോ ദി ആൻസർ ഈസ് ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോക്കസിങ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ്സ് ആർ. Focusing and accelerating anodes are cylindrical. So focusing and accelerating anodes in a cathode ray tube are essentially cylindrical in nature. Each electrode has a small opening at the center with a coaxial tubular axis. Next question, deflection system of a CRT consists of. ഇപ്പോൾ CRTയുടെ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൽ 2 പ്ലേറ്റ്സ് ആണുള്ളത് അല്ലേ? ഒന്ന് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും മറ്റൊന്ന് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്. അതായത് നമ്മുടെ
കൊടുക്കുന്ന ഇൻപുട്ട് എപ്പോഴും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലാണ്. പിന്നെ CROയ്ക്കകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ഒരു സോ ടൂത്ത് ജനറേറ്റർ ഉണ്ട് അല്ലേ. ഈ രണ്ട് പ്ലേറ്റ്സും കൂടാണ് ആ ഇലക്ട്രോൺ ബീംസിന്റെ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ മൂവ്മെന്റും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിനനുസരിച്ച് ആ സോ ടൂത്തിന്റെ അതനുസരിച്ചായിരിക്കും എക്സ് ആക്സിസ് വേരി ചെയ്യുന്നത്. അതുപോലെ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചായിരിക്കും വൈ ആക്സിസ് വേരി ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺ ബീമിന്റെ XY ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ഈ രണ്ട് വെർട്ടിക്കൽ പ്ലേറ്റ്സും ഹൊറിസോണ്ടൽ പ്ലേറ്റ്സും കൂടെ ചേർന്നിട്ടാണ്. സോ ഇത്രയാണ് CRO ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ DSO ആൻഡ് സ്പെക്ട്രം അനലൈസർ. നെക്സ്റ്റ് ഈസ് സ്പെക്ട്രം അനലൈസർ. ഇപ്പോൾ സ്പെക്ട്രം അനലൈസർ, സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ് എന്ത്? സ്പെക്ട്രം അല്ലേ. അപ്പം നമ്മൾ ടൈം ഡൊമെയിനിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ്, ടൈമിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് ആണ് കിട്ടുന്നത്. അതുപോലെ ഫ്രീക്വൻസി ഡൊമെയിനിൽ നമുക്ക് എന്താണ്? എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കിട്ടും അല്ലേ. ടൈമിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നതാണ് നമ്മൾ സാധാരണ CROയിലും DSOയിലും ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന വേവ് ഫോംസ് അല്ലേ. അതുപോലെ തന്നെ സ്പെക്ട്രം അനലൈസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് എന്ത്? സ്പെക്ട്രം അനലൈസർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്റ്റഡി ഓഫ് Spectrum analysis is defined as the study of energy distribution across the frequency spectrum of a given electrical signal. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീക്വൻസി റേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? ഈ സ്പെക്ട്രം അനാലിസിസ്. ആ ഓരോ ഫ്രീക്വൻസിയിലെ എനർജി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കുന്നതാണ് സ്പെക്ട്രം അനാലിസിസ്. The study gives valuable information about bandwidth, effects of different types of modulation, and spurious signal generation. അപ്പം നമുക്കറിയാം, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ അനാലിസിസും ഒക്കെ നോക്കുന്നത് AM ആണെങ്കിലും FM ആണെങ്കിലും ഒക്കെ നമ്മൾ അതിൻ്റെ സ്പെക്ട്രമാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ആ സ്പെക്ട്രം വെച്ചിട്ടാണ് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, കാരിയറിൻ്റെ കൂടെ എന്തൊക്കെ അയക്കണം, സിംഗിൾ സൈഡ് ബാൻഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെക്ട്രം നോക്കിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ടൈം ഡൊമെയിനിൽ നമുക്ക് കിട്ടാത്ത, ടൈം ഡൊമെയിനിൽ നമ്മൾ പഠിക്കാനായിട്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സിഗ്നൽസിനെ എല്ലാം നമ്മൾ എന്താണ് ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്, അവിടെയാണ് അനാലിസിസ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ അവിടെയോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡീസ് എല്ലാം നടത്തുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് ഒരു ഡിവൈസ് ആവശ്യമാണ്. ദാറ്റ് ഈസ് കോൾഡ് സ്പെക്ട്രം അനലൈസർ. So the spectrum analysis is divided into two major categories: audio frequency analysis and radio frequency spectrum analysis. ഫ്രീക്വൻസി നമുക്ക് രണ്ട് തരത്തിലുള്ള സ്പെക്ട്രം അനാലിസിസ് ഉണ്ട്. ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി അനാലിസിസും, ഹൈ ഫ്രീക്വൻസി അഥവാ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രം അനാലിസിസ് ഉപയോഗിക്കാം. നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അനാലിസിസിൽ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 MHz to 40 GHz ആണ്. സോ നമ്മൾ അത് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നാവിഗേഷൻ, റഡാറിനൊക്കെ ആണെങ്കിലും ഈ ഒരു സ്പെക്ട്രം റേഡിയോ ഫ്രീക്വൻസീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പെക്ട്രം അനാലിസിസ് ആണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് അല്ലേ. So a spectrum analyzer provides a calibrated graphical display on its CRT with frequency on the horizontal axis and amplitude on the vertical axis. അപ്പോൾ ഒരു ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്, ആ ഒരു സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ ഫ്രീക്വൻസീസ് ഉണ്ട്, അപ്പോൾ ആ ഫ്രീക്വൻസീസിന് കറസ്പോണ്ടിങ് ഓരോ ഫ്രീക്വൻസിയും എത്ര ആംപ്ലിറ്റ്യൂഡ്, എത്ര സ്ട്രെങ്തിലുണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് സ്പെക്ട്രം അനലൈസർ യൂസ് ചെയ്യാം. So this is the basic block diagram of a spectrum analyzer. So ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഒരു sawtooth generator ഉണ്ട്, then എന്താണ് വോൾട്ടേജ് ട്യൂൺഡ് ഓസിലേറ്റർ അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഉണ്ട്, then ഒരു ഇൻപുട്ട് ഉണ്ട്, then ആംപ്ലിഫയർ, ഡിറ്റക്ടർ ആൻഡ് ഫൈനലി CRT അല്ലേ. എന്നിട്ട് നമുക്ക് അത് ആ സ്പെക്ട്രം അവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത്? സോട്ടൂത്ത് ജനറേറ്റർ പ്രൊവൈഡ്സ് ദി സോട്ടൂത്ത് വോൾട്ടേജ്. ഈ സോട്ടൂത്ത് ജനറേറ്റർ ഒരു സോട്ടൂത്ത് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ CROയിൽ
ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ ഒരു സോ ടൂത്ത് വേവ് ഫോം വരണം അല്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു സോ ടൂത്ത് ജനറേറ്റർ ഉണ്ട് which provides a sawtooth voltage. This sawtooth voltage is the frequency controlling element of the voltage tuned oscillator. ഇപ്പോൾ ഈ വോൾട്ടേജ് ട്യൂൺഡ് ഓസിലേറ്ററിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ വോൾട്ടേജ് വേരി ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ത് ചെയ്യും? വേരി ചെയ്യും. അതാണ് വോൾട്ടേജ് ട്യൂൺഡ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഫ്രീക്വൻസി തൊട്ട് ഒരു മാക്സിമം ഫ്രീക്വൻസി വരെ ഈ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യാം? വേരി ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി വോൾട്ടേജ് ഗിവൺ ഫ്രം ദി സോ ടൂത്ത് ജനറേറ്റർ. അപ്പോൾ ആസ് ദ ഓസിലേറ്റർ സ്വീപ്സ് ഫ്രം എഫ് മിനിമം ടു എഫ് മാക്സ് ഓഫ് ഇറ്റ്സ് ഫ്രീക്വൻസി ബാൻഡ്, ഇറ്റ് ബീറ്റ്സ് ദ ഫ്രീക്വൻസി കമ്പോണന്റ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ആൻഡ് പ്രൊഡ്യൂസ് ആൻ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി whenever a frequency component is met during its sweep. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഈ സോ ടൂത്തിനനുസരിച്ച് നമുക്ക് എഫ് മിനിമം തൊട്ട് എഫ് മാക്സ് വരെയുള്ള ഫ്രീക്വൻസീസ് ഈ വോൾട്ടേജ് ട്യൂൺഡ് ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ടിൽ ഏത് ഫ്രീക്വൻസിക്ക്, ഓരോ ഫ്രീക്വൻസിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഈ വോൾട്ടേജ് ട്യൂൺഡ് ഓസിലേറ്റർ എവിടെയാണോ മാച്ച് ചെയ്യുന്നത്, അപ്പോൾ ഈ വോൾട്ടേജ് ട്യൂൺഡ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇൻപുട്ടിൽ വരുന്ന ഫ്രീക്വൻസി ഏതിനോടാണ് മാച്ച് ചെയ്യുന്നത്, അപ്പോഴെന്ത് ചെയ്യും? ഈ മിക്സർ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഔട്ട്പുട്ടിനെ അതിന് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. ആ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ ഈ IF ആംപ്ലിഫയറിൽ കൊടുത്ത് ദെൻ ഒരു വീഡിയോ ആംപ്ലിഫയറിലൂടെ കൊടുത്തിട്ട് ഈ CRTയുടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൊടുക്കും. അപ്പോൾ നമുക്കൊരു ഫ്രീക്വൻസിയാണ് കിട്ടിയത് അല്ലേ? Y ആക്സിസിൽ എന്താണ്? Y ആക്സിസിൽ ആ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ഒരു ആംപ്ലിറ്റ്യൂഡ് ആണ് കിട്ടിയത് അല്ലേ? X ആക്സിസിൽ എന്താണ്? ആ ഫ്രീക്വൻസി ഏതാണ് എന്നുള്ളതാണ് കിട്ടിയത്. അപ്പോൾ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ഒരു ആംപ്ലിറ്റ്യൂഡ് അവിടെ ഈ CRTയിൽ അല്ലെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേ ചെയ്യും. ദാറ്റ് ഈസ് എ സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ എന്താണ്? The sawtooth generator provides the sawtooth voltage. This sawtooth voltage is the frequency controlling element of the voltage tuned oscillator. As the oscillator sweeps from its minimum to maximum frequency, it beats the frequency component of the input signal and produces an intermediate frequency whenever a frequency component is met during its sweep. അപ്പോൾ ആ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ഫ്രീക്വൻസി നമുക്ക് അതിൻ്റെ വേരിയേഷൻ, ആ ഫ്രീക്വൻസി വേരിയേഷൻ നമുക്ക് ഈ ഒരു സോ ടൂത്ത് ജനറേറ്റർ വഴി X ആക്സിസിൽ നമുക്ക് കപ്പിൾ ചെയ്യിക്കാം. സോ ഇതാണ് ഒരു ടെസ്റ്റ് വേവ് ഓഫ് ഓർഡിനറി CRO. ഓർഡിനറി CROയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ ടൈമും ആംപ്ലിറ്റ്യൂഡും ആണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്രീക്വൻസി എഫിലുള്ള ഒരു ഫ്രീക്വൻസിയും ദെൻ അതിൻ്റെ ഇരട്ടി ഫ്രീക്വൻസി ഉള്ള ഒരു വേവ് ഫോമും നമുക്ക് CROയിൽ ഇങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലേ? ഫ്രീക്വൻസി കൂടുന്തോറും വേവ് ഫോംസ് അടുത്തിരിക്കും അല്ലേ? അതാണ് 2Fഉം Fഉം. ഇനി ഇതേ ഒരു അനാലിസിസ് നമ്മൾ സ്പെക്ട്രം CROയ്ക്കകത്ത് അല്ലെങ്കിൽ സ്പെക്ട്രം അനലൈസറിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ഉള്ള ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. അതായത് എഫിന് കറസ്പോണ്ടിങ് ഒരു A1ഉം 2Fന് കറസ്പോണ്ടിങ് A2. അപ്പോൾ ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള ആംപ്ലിറ്റ്യൂഡ് അവിടെ ഡിസ്പ്ലേ ആവും. ദാറ്റ് ഈസ് സ്പെക്ട്രം CRO. ഓക്കെ, next the frequency component and VCO beats together to produce a difference intermediate frequency. This intermediate frequency is amplified and detected and then applied to the vertical plates of the CRO, producing a display of amplitude versus frequency. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്ന് അത് ഏത് ഫ്രീക്വൻസിക്കുള്ള ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതൊരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് കൊടുക്കും. ആ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് Y ആക്സിസിൽ കിട്ടും. അതുപോലെ X ആക്സിസിൽ ആ ഫ്രീക്വൻസി, ആ സോ ടൂത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ചുള്ള ഏത് ഫ്രീക്വൻസി ആണെന്നുള്ളത് X ആക്സിൽ കിട്ടും. അങ്ങനെ നമുക്ക് ഫ്രീക്വൻസിക്ക് അനുസൃതമായിട്ട് ഒരു ആംപ്ലിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ സ്പെക്ട്രം അനലൈസർ. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ DSO.
അപ്പോൾ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ ഡിജിറ്റൈസ് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. നമ്മുടെ ലബോറട്ടറീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അല്ലേ? സോ എ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ഡിജിറ്റലൈസസ് ദി ഇൻപുട്ട് സിഗ്നൽ സോ ദാറ്റ് ദ ഓൾ സബ്സിക്വൻറ്റ് സിഗ്നൽസ് ആർ ഡിജിറ്റൽ. അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം ഡിജിറ്റൽ ആയിട്ടുള്ള സിഗ്നൽസ് ആണ്. അതിന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എ കൺവെൻഷണൽ CRT ഈസ് യൂസ്, ദ സ്റ്റോറേജ് ഒക്കേഴ്സ് ഇൻ ഡിജിറ്റൽ മെമ്മറി. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി ഒരു CRT കാഥോഡ് റേ ട്യൂബ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ CROയിലുള്ളതുപോലെ തന്നെ ഒരു കാഥോഡ് റേ ട്യൂബ് ഉണ്ട്. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഹിയർ ദി ഇൻപുട്ട് സിഗ്നൽ ഇസ് സാമ്പിൾഡ് ആൻഡ് സ്റ്റോർഡ് ആസ് എ ഡിജിറ്റൽ ഇൻ മെമ്മറി. അപ്പോൾ ആ ഇൻപുട്ട് സിഗ്നലിനെ സാമ്പിൾ ചെയ്തിട്ട് അത് ഡിജിറ്റൽ ആക്കിയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. So the input signal is digitalized and stored in a memory in digital form. In this state, it is capable of being analyzed to produce a variety of different information. അപ്പോൾ എന്താണ്? നമുക്ക് ഈ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പല ഇൻഫർമേഷനും ഇതിനകത്തുനിന്ന് അനലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. To view the display on the CRT, the data from the memory is reconstructed in analog form. അപ്പോൾ നമുക്ക് അത് CRTയിൽ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറിയിലുള്ള ഈ ഡിജിറ്റൈസ്ഡ് ഡേറ്റ വീണ്ടും ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ കൊടുത്തിട്ട് അനലോഗ് ആക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഡിസ്പ്ലേ ചെയ്യിക്കാൻ. സോ ദാറ്റ് ഈസ് എ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ഓർ DSO. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, അവിടെ സ്റ്റോറേജ് നടക്കുന്നുണ്ട് ബൈ ഡിജിറ്റൽ. ആൻഡ് ഓസിലോസ്കോപ്പ് ഉണ്ട് അല്ലേ? ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ ഡിസ്പ്ലേയിങ് ദി വേവ് ഫോം. So this is the basic block diagram of a DSO. അപ്പോൾ DSOയുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നു, that is given to an amplifier. Then main block is the digitizer. Then memory. Here the analog signal given is converted into digital data in the digitizer, and that digital data is stored in the memory. Then it is given to the analyzer circuitry and the waveform reconstruction. That here it is a digital to analog converter. അപ്പോൾ ആക്ച്വലി അതിനകത്തൊരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ്. ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ നമ്മുടെ ഡിജിറ്റൽ ഡേറ്റേനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് CRTയുടെ വെർട്ടിക്കൽ പ്ലേറ്റ്സിൽ പ്രൊവൈഡ് ചെയ്യും. ഇനി ഹൊറിസോണ്ടൽ പ്ലേറ്റ്സിൽ എന്തൊക്കെയാണുള്ളത്? ഹൊറിസോണ്ടൽ പ്ലേറ്റ്സിലുള്ളത് നമ്മളൊരു ഇൻപുട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ട്രിഗർ വരും അല്ലേ? ഈ ട്രിഗർ അനുസരിച്ച് നമ്മളൊരു ടൈം ബേസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ടൈം ബേസ് കൊടുത്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഹൊറിസോണ്ടൽ പ്ലേറ്റ്സിലോട്ടാണ് അല്ലേ? അപ്പോൾ ആ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഈ ഹൊറിസോണ്ടൽ പ്ലേറ്റ്സുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലേറ്റ്സിൽ ടൈമിനനുസരിച്ച് അല്ലേ, ടൈം വേരി ചെയ്യിക്കാൻ, അതായത് ആ ടൈമിനനുസരിച്ച് നമുക്ക് വെർട്ടിക്കൽ പ്ലേറ്റ്സിലുള്ള ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യിക്കും. സോ ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ DSO. അപ്പോൾ DSOയ്ക്കകത്ത് പ്രധാനമായിട്ടും രണ്ട് അഡീഷണൽ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് വരുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ഡിജിറ്റൈസ് ചെയ്യണം. സോ ഹിയർ ഇറ്റ് ഈസ് എ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആൻഡ് ദെൻ ദർ ഇസ് എ മെമ്മറി അല്ലേ? ദെൻ ഒരു അനലൈസർ സർക്യൂട്ടറി ഉണ്ട്. ദെൻ അതിനുശേഷം അതൊരു DACയിലേക്ക് കൊടുക്കും, DACയിലേക്ക് കൊടുക്കും, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആക്കി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് CRTയുടെ ഇൻപുട്ട് കൊടുക്കുന്നത് എപ്പോഴും CRTയുടെ വെർട്ടിക്കൽ പ്ലേറ്റ്സിലാണ്. അതുപോലെ ഹൊറിസോണ്ടൽ പ്ലേറ്റ്സിൽ ആ ഒരു ഇലക്ട്രോൺ ബീമിൻ്റെ ടൈം ആക്സിസിലെ വേരിയേഷൻ, ടൈമിൽ ഉള്ള വേരിയേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം ബേസ് ജനറേറ്റർ വെച്ചിട്ട് ഈ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ വഴി ഹൊറിസോണ്ടൽ പ്ലേറ്റ്സിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈമിനനുസരിച്ചിട്ടുള്ള ഒരു വെർട്ടിക്കൽ പ്ലേറ്റ്സിൽ ഒരു ആംപ്ലിറ്റ്യൂഡ് ജനറേറ്റ് ചെയ്യാൻ, ആ വെർട്ടിക്കൽ പ്ലേറ്റ്സിൽ ഇലക്ട്രോൺ ബീംസിൻ്റെ ഡിഫ്ലക്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇൻപുട്ട് വരുമ്പോഴത്തേക്കും അത് ട്രിഗർ ചെയ്യിക്കാനായിട്ട് ഒരു ട്രിഗർ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്.
Next, digitizing occurs by taking a sample of the input waveform at periodic intervals. അപ്പോൾ നമുക്കറിയാം ഡിജിറ്റൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് വേവ് ഫോംസിനെ എന്ത് ചെയ്യണം, സാമ്പിൾ ചെയ്യണം അല്ലേ. In order to ensure that no information is lost, sampling theory states that the sampling rate must be at least twice as fast as the highest frequency in the input signal. അപ്പോൾ സാമ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ ഒബേ ചെയ്യണം. ദാറ്റ് ഈസ് എഫ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് ദി മാക്സിമം ഫ്രീക്വൻസി. സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ദി മാക്സിമം ഫ്രീക്വൻസിനേക്കാളും വലുതായിരിക്കണം. ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ ഇൻപുട്ടിനെ സാമ്പിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഇൻഫർമേഷനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന സാമ്പിൾസിൻ്റെ റേറ്റ് കറക്റ്റ് അല്ല, നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഒബേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാണ് നമ്മുടെ ഒരു വേവ് ഫോം. പക്ഷേ നിക്വിസ്റ്റ് ക്രൈറ്റീരിയ ഒബേ ചെയ്യാത്ത ഒരു സാമ്പിളിംഗ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ സാമ്പിൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഡിസ്റ്റോർട്ടഡ് വേവ് ഫോം, ഈ ഒരു വേവ് ഫോം അല്ല കിട്ടുന്നത് അല്ലേ. ഏലിയാസിംഗ് ഒക്കെ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വേവ് ഫോം ആയിരിക്കും അവിടെ കിട്ടുന്നത് അല്ലേ. സോ ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് നോ ഇൻഫർമേഷൻ ഈസ് ലോസ്റ്റ്, യു ഹാവ് ടു choose the sampling frequency by obeying the Nyquist criteria. So if this is not done, then aliasing will result as shown below. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ ഫിഗർ ആണ്. അപ്പോൾ നമ്മൾ സാമ്പിളിംഗ് റേറ്റ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തില്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഫിഗറിൻ്റെ ഷേപ്പ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിപ്പോവും അല്ലേ. അതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. So this requirement of high sampling rate means that the digitizer, which is an analog to digital converter, must have a fast conversion rate. അപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ട് അനലോഗിനെ ഡിജിറ്റൽ ആക്കി മാറ്റുന്ന ഒരു ADC ആയിരിക്കണം നമ്മൾ DSOയിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. So many different input channels are used with the DSO. However, if all these channels share a common store through a multiplexer, then the memory available to each channel is reduced. അപ്പം നമുക്ക് ഒരുപാട് ചാനൽസ് ഈ ഡിജിറ്റൽ ഓസിലോസ്കോപ്സിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ചാനൽസിലെല്ലാം നമുക്ക് കോമൺ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടിപ്ലെക്സർ വെച്ചിട്ട് ദെൻ മെമ്മറി അവൈലബിൾ ടു ഈച്ച് ചാനൽ ഈസ് റെഡ്യൂസ്ഡ്. അപ്പം നമ്മൾ ആ വരുന്ന ഇൻഫർമേഷൻ ഏത് ചാനലിലാണ് വരുന്നത് അതനുസരിച്ച് ഒരു മൾട്ടിപ്ലെക്സർ വെച്ചിട്ട് ആ ചാനലിലെ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ആ ഒരു മെമ്മറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ഓരോ ചാനലിലും ഉപയോഗിക്കേണ്ട മെമ്മറി നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ. സോ മെനി ഡിഫറെൻറ്റ് ഇൻപുട്ട് ചാനൽസ് ആർ യൂസ്ഡ് വിത്ത് ഡിജിറ്റൽ storage oscilloscope. However, if all these channels share a common store through a multiplexer, then the memory available to each channel is reduced. Then oscilloscope with up to 40 channels are commercially available with a storage capacity of up to 25,000 dots. അപ്പോൾ ഒരു 40 ചാനൽസ് ഒക്കെ ഉള്ള DSOs അവൈലബിൾ ആണ് ആൻഡ് ദ സ്റ്റോറേജ് കേപ്പബിലിറ്റീസ് അറൌണ്ട് 25,000 dots. Then അത് നമുക്ക് അവൈലബിൾ ആണ്. Then several oscilloscopes have USB facilities which allow non-volatile storage of waveforms. നമുക്ക് നോൺ വോളറ്റൈൽ ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് USB പ്രൊവിഷൻസും ചില ഓസിലോസ്കോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then നെക്സ്റ്റ് കാര്യം ഓർക്കേണ്ടത് 2 ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ വേവ് ഫോം റീകൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ ആ ഡിജിറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വേവ് ഫോംസിൽ നിന്ന് തിരിച്ച് നമ്മുടെ അനലോഗ് വേവ് ഫോം റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ 2 ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ലീനിയർ ഇൻ്റർപൊളേഷനും സെക്കൻഡ് വൺ ഇസ് സിനുസോയിഡൽ ഇൻ്റർപൊളേഷൻ. അപ്പോൾ ലീനിയർ ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഈസ് യൂസ് ടു കണക്ട് ഡോട്ട്സ് ടുഗദർ. ദിസ് വർക്ക്സ് വെൽ ഓൺ എ പൾസ്ഡ് ഓർ സ്ക്വയർ വേവ് ഫോം. അപ്പോൾ പൾസ് അല്ലെങ്കിൽ സ്ക്വയർ വേവ് ഫോംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലീനിയർ ഇൻ്റർപൊളേഷൻ ആണ് ഉപയോഗിക്കുന്നത്. വേറെ ഏതെങ്കിലും വേവ് ഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിനുസോയിഡൽ ഇൻ്റർപൊളേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 ടൈപ്പിലുള്ള ഇൻ്റർപൊളേഷൻ ടെക്നിക്സ് ആണ് ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ ഡേറ്റയിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ ഇൻ്റർപൊളേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സിനുസോയിഡൽ ഇൻ്റർപൊളേഷൻ. ലീനിയർ ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ അല്ലെങ്കിൽ പൾസ്ഡ് വേവ് ഫോംസിലാണ്. അവിടെ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ് ആ ഡോട്ട്സിനെ കണക്ട് ചെയ്യുന്നത്. സോ സിനുസോയിഡൽ ഇൻ്റർപൊളേഷൻ ഗീവ്സ് മച്ച് ബെറ്റർ ഫിറ്റ് ഫോർ സൈൻ വേവ്സ്. അപ്പോൾ സിനുസോയിഡൽ വേവ് ഫോംസിന് നമ്മൾ സിനുസോയിഡൽ ഇൻ്റർപൊളേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിജിറ്റൈസ് ചെയ്തിട്ട് ഈ ഒരു സെറ്റ് ഓഫ് സാമ്പിൾസ് ആണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഓരോ
പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബി ഫിഗർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ലീനിയർ ഇൻ്റർപൊളേഷൻ ആണ്. അപ്പോൾ അതിനെ ജോയിൻ ചെയ്യാൻ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ചിട്ട് വേവ് ഫോംസിനെ ജോയിൻ ചെയ്യിച്ചിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുന്നു. അതുപോലെ സിനുസോയ്ഡൽ ഇൻ്റർപൊളേഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സിനുസോയ്ഡൽ വേവ് ഫോംസ് ഉപയോഗിച്ചിട്ട് ആ ഒരു കർവ്ഡ് വേവ് ഫോംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ലൈൻസിനെ ഇൻ്റർകണക്ട് ചെയ്യുന്നതാണ് എന്ത് സിനുസോയ്ഡൽ ഇൻ്റർപൊളേഷൻ. അപ്പം രണ്ട് ഇൻ്റർപൊളേഷൻ ടെക്നിക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ലീനിയർ ഇൻ്റർപൊളേഷൻ ആൻഡ് സിനുസോയ്ഡൽ ഇൻ്റർപൊളേഷൻ. ദെൻ ലീനിയർ ഇൻ്റർപൊളേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് പൾസ്ഡ് ഓർ സ്ക്വയർ വേവ് ഫോം ആണ്. സിനുസോയ്ഡൽ ഇൻ്റർപൊളേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് സൈൻ വേവ്സിനാണ്. ദെൻ ദിസ് ഇസ് ദി ആപ്ലിക്കേഷൻസ് ഓഫ് DSO. അപ്പോൾ നമുക്ക് DSO നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് to find various characteristics of a signal such as rise and fall times, phase, amplitude, edge relationships, etc. അപ്പോൾ ഒരു സിഗ്നലിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ DSO ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റൈസ് ടൈം, ഫോൾ ടൈം, ഫേസ്, ആംപ്ലിറ്റ്യൂഡ്, എഡ്ജ് റിലേഷൻഷിപ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് DSO ഉപയോഗിക്കാം. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ് ടു മെഷർ AC as well as DC കറണ്ട് ആൻഡ് വോൾട്ടേജസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. CRO ആണെന്നുണ്ടെങ്കിലും DSO ആണെന്നുണ്ടെങ്കിലും AC, DC വോൾട്ടേജസും കറണ്ടും മെഷർ ചെയ്യാം. ഓക്കെ. Then it can be used to check faulty components in various circuit. അപ്പോൾ നമുക്ക് കുറേ സർക്യൂട്ട്സിലുള്ള ഫോൾട്ടി കമ്പോണൻസിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് DSO ഉപയോഗിക്കാം. Then to determine a signal's stability. ഇപ്പോൾ സിഗ്നലിൻ്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് DSO ഉപയോഗിക്കാം. To measure the timing margin such as setup, hold and propagation delays. അപ്പോൾ നമുക്കൊരു സർക്യൂട്ടിലെ സെറ്റപ്പ്, ഹോൾഡ് ആൻഡ് പ്രൊപ്പഗേഷൻ ഡിലേയ്സ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? DSO ഉപയോഗിക്കാം. ടു ഡിറ്റർമിൻ ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ്. ദെൻ ദ DSO ഈസ് യൂസ് ടു സേവ് സിഗ്നൽ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു ഓർ പ്രോസസ്ഡ്. അപ്പോൾ അതിനകത്ത് പ്രധാന പോയിന്റ് ആണ് DSOയ്ക്ക് എന്താണ്? സിഗ്നൽസിനെ സേവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ? സിൻസ് ഇറ്റ് ഹാസ് എ മെമ്മറി, അതുകൊണ്ട് സോ ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു ഓർ പ്രോസസ്ഡ്. അപ്പം നമുക്ക് വേറൊരു സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്യാനോ ഫർദർ പ്രോസസ്സിങ്ങിനോ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മെഡിക്കൽ ഫീൽഡ്. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ് എക്സെട്ര. അപ്പോൾ നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സിൻ്റെയൊക്കെ VI ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. Then in the field of research, then testing of signals, voltages in radio broadcasting equipment. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് DSO യൂസ് ചെയ്യാം. ദെൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെക്ട്രം അനലൈസർ. സ്പെക്ട്രം അനലൈസറിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ഫ്രീക്വൻസി അല്ലേ? ഫ്രീക്വൻസിയുടെ മാഗ്നിറ്റ്യൂഡ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത് അല്ലേ? സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡുമാണ്. ഓരോ ഫ്രീക്വൻസിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അതിന് നമ്മൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന ബ്ലോക്ക് ഡയഗ്രാം സ്പെക്ട്രം അനലൈസറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. അതിനകത്തൊരു sawtooth generator which is connected to the voltage controlled oscillator. അപ്പോൾ ആ sawtooth generatorും ഇൻപുട്ടും കൂടെ ആണ് CRTയിലോട്ട് സ്പെക്ട്രം ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസ്കിലോസ്കോപ്പ് ആണ്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഓർക്കേണ്ട കാര്യം അതിനകത്തൊരു ഡിജിറ്റൈസർ പ്ലസ് ഒരു മെമ്മറി ഉണ്ട് അല്ലേ? അപ്പോൾ അനലോഗ് ഡേറ്റയെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർഡ് ഡേറ്റയിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യും സാമ്പിൾസിനെ by using a analog to digital to analog converter. Then that waveform is displayed in a CRT അല്ലേ? അപ്പോൾ അവിടെ വെർട്ടിക്കൽ പ്ലേറ്റ്സിൽ ഇൻപുട്ട് കൊടുക്കും, ഹൊറിസോണ്ടൽ പ്ലേറ്റ്സിൽ ആ ടൈം ബേസ് ജനറേറ്റർ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വേവ് ഫോംസ് ഇൻപുട്ടിൽ കൊടുത്തത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. നെക്സ്റ്റ് പിന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് interpolation techniques ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ലീനിയർ interpolation ആൻഡ് സെക്കൻഡ് വൺ ഇസ് സിനുസോയ്ഡൽ interpolation. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലോജിക് പ്രോബ്സ്, ലോജിക് സ്റ്റേറ്റ് അനലൈസർ,
ദെൻ LCD LED ഡിസ്പ്ലേസ് ആ ഒരു കുറച്ച് ഭാഗങ്ങളും കൂടെ സിലബസിൽ കവർ ചെയ്യാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.